ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ഞാനിന്ന് വന്നത് നമ്മുടെ കുട്ടിക്കാലത്തുള്ള ഓർമ്മകളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടാണ്. പണ്ട് നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ ചിരട്ടയിൽ മണ്ണും ഇലകളൊക്കെ വെച്ച് കഞ്ഞിയും കറിയൊക്കെ വെച്ച് കളിക്കുമായിരുന്നില്ലേ? ആ ഒരു പ്രായത്തിൽ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെ ഉള്ള ഈ മണ്ണും ചിരട്ടയും വെച്ചുള്ള കളികളൊന്നും അറിയില്ലായിരിക്കും. പക്ഷേ നമ്മളൊക്കെ കളിച്ചു വളർന്നത് അങ്ങനെയൊക്കെയാണ്. നമുക്ക് പക്ഷേ പണ്ട് ഏത് വീടുകളിൽ എവിടെ പോയി ഏത് കൂട്ടുകാരുടെ വീട്ടിൽ പോയി അങ്ങനെ കളിക്കാനോ അവിടെ അധികം സമയം ചിലവഴിച്ച് കളയുന്നതിനോ ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് അങ്ങനത്തെ ഇപ്പോൾ നടക്കുന്ന ഒരു പ്രശ്നങ്ങളും നമ്മുടെ ഒന്നും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അന്നത്തെ കാലഘട്ടത്തിലുള്ള കുട്ടികൾക്കൊന്നും അങ്ങനത്തെ ഒരു ദുരനുഭവം ഉണ്ടായിട്ടുള്ളതായിട്ട് കേട്ടറിവില്ല. ഇപ്പം എന്തൊക്കെയാണ് കേൾക്കുന്നത് അല്ലേ? അപ്പോൾ അതൊക്കെ പോട്ടെ, അത് നമുക്കിതിലേക്ക് കൊണ്ടുവരണ്ട. നമുക്ക് നമ്മുടെ പഴയ കുട്ടിക്കാലത്തെ ഓർമ്മകളിലേക്ക് പോകാം. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ പോന്നോളൂ. അതെന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് മാങ്ങയാണ്. പണ്ട് നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ആയിരിക്കുമ്പോൾ ഭയങ്കര കാറ്റും മഴയൊക്കെ വരുന്ന സമയത്ത് മാവിൻ്റെ മൂടുകളിൽ നമ്മൾ ഓടും അല്ലേ, മാങ്ങ പറക്കാനായിട്ട്. ആ മാങ്ങയെല്ലാം ഇങ്ങനെ പറക്കി കൊണ്ടുവന്നിട്ട് അതിൽ ഏറ്റവും നല്ല മാങ്ങ നോക്കി നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ തോടെല്ലാം കളഞ്ഞ് അത് നന്നായിട്ട് കൊത്തി അരിഞ്ഞ് എടുക്കും അല്ലേ. അപ്പോൾ നമുക്കിത് ഈ മാങ്ങയുടെ തോടെല്ലാം കളഞ്ഞിട്ട് ഇതൊന്ന് കൊത്തി അരിഞ്ഞെടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഈ മാങ്ങയുടെ തോട് നല്ല വിളഞ്ഞ മാങ്ങയാണ് കുറച്ചും കൂടെ നല്ലതേ. ഇതുപോലെ ഇങ്ങനെ തോട് കട്ട് ചെയ്ത് കളയണം. ഈ മാങ്ങ കപ്പ മാങ്ങയെന്ന് പറയും കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ കപ്പ മാങ്ങയെന്ന് പറയും. പല നാടുകളിലും പല രീതിയിലാണ് ഇതിൻ്റെ പേര്. ഇത് ഇത്തിരി വിളഞ്ഞ മാങ്ങയാണേ. വിളഞ്ഞ മാങ്ങയാകുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഇതിൻ്റെ തോട് ഇതുപോലെയാണ് കളയേണ്ടത്. ഇതിൻ്റെ തോടും എല്ലാം എടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. മാങ്ങ നല്ലപോലെ തോടെല്ലാം ചെത്തി കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇങ്ങനെ കൊത്തി കൊത്തി ചെറിയ ചെറിയ പീസുകളാക്കി കൊത്തി കൊത്തി എടുക്കും. അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാവേ. ഇതുപോലെ ഇങ്ങനെ കൊത്തണം. കൊത്തി കൊത്തി എടുക്കുമെന്ന് പറയുമ്പോൾ ആൾക്കാരത് കേട്ടിട്ട് ഇതാവും. ഇതുപോലെ ഇങ്ങനെ കുറേ പ്രാവശ്യം ഇതിലിങ്ങനെ കത്തി വെച്ച് കൊത്തണം. അതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞെടുക്കണേ. ഇതിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യണ കാണുമ്പോൾ തന്നെ ഇങ്ങനെ നാവിൽ വെള്ളം ഊറി തുടങ്ങി. ഭയങ്കര ടേസ്റ്റാണ്. നമുക്കിത് അന്നൊക്കെ എത്ര കഴിച്ചാലും നമുക്ക് മതി വരില്ല. ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ആ മഴയും കാറ്റും ആ ഒരു കാലഘട്ടമൊക്കെ ഓർമ്മകൾ മാത്രമേ. ഇപ്പോഴത്തെ മഴയെന്ന് പറഞ്ഞാൽ മനുഷ്യനെ ഉപദ്രവിക്കുന്ന മഴയല്ലേ. വെള്ളപ്പൊക്കവും കൊടുങ്കാറ്റും ഒക്കെ അല്ലേ ഇന്നത്തെ മഴയോ വരുന്ന. ഇപ്പോൾ മഴയെന്ന് പറയുമ്പോൾ പേടിയാണല്ലേ ആൾക്കാർക്ക്. ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ കൊത്തിയെടുക്കണം. ഞാനിപ്പോൾ ഇതൊന്ന് എല്ലാം മൊത്തം അരിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാവേ.
ഇതൊക്കെ വലിയ പീസായിട്ട് വീണില്ല, ഇതെല്ലാം ചെറുതാക്കണം. അപ്പോൾ നമ്മുടെ മാങ്ങ നന്നായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ടേ. ഇനി നമുക്കിതിൽ എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിൽ ചേർക്കേണ്ടത് ഉപ്പ്, മുളക് പൊടി, വെളിച്ചെണ്ണ, ഇത്രയും ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതിലാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്താൽ മതിയേ. ഉപ്പ് നോക്കിയതിന് ശേഷം പിന്നെ ചേർത്താൽ മതി. അത് കഴിഞ്ഞിട്ട് കുറച്ച് മുളക് പൊടി, കുറച്ച് മതി. കുറച്ച് മുളക് പൊടി ചേർത്തു. ഇനി നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കുറച്ച് മതിയേ വെളിച്ചെണ്ണയൊക്കെ, ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. ഇതിപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയായിട്ട് എടുത്തത്. നമ്മളൊക്കെ പണ്ട് ഈ മാങ്ങയൊക്കെ ഇങ്ങനെ ഇത്രയൊന്നും ആയിരിക്കുമല്ലോ, കുറേ ഇങ്ങനെ അരിഞ്ഞെടുക്കും. എന്നിട്ട് ഞങ്ങൾ കുറേ പിള്ളേർ കാണും കേട്ടോ. എന്നുവെച്ചാൽ എൻ്റെ വല്യമ്മയുടെ മക്കൾ, ഞങ്ങളെല്ലാവരും അന്ന് ഞങ്ങളെല്ലാവരും കൊച്ചു പിള്ളേരൊക്കെ അല്ലേ. അപ്പം എല്ലാവരും ഒരുമിച്ച് കളിച്ച് വളർന്ന ആ ഒരു പ്രായത്തിൽ സ്കൂളൊക്കെ ഇല്ലാത്ത ക്ലാസ്സൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ ഇതുപോലെ മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ മാങ്ങയൊക്കെ പറക്കിയിട്ട് വന്ന് നമ്മളിതുപോലെ ചെയ്ത് കഴിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് വയ്ക്കണം കേട്ടോ. ഇതുപോലെ ചെയ്തതിന് ശേഷം കഴിച്ചു നോക്കണം. അപ്പോൾ ഞാൻ ഇത് കഴിച്ച് കാണിച്ചു തരാവേ. അപ്പോൾ നമ്മുടെ മാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദേ കണ്ടോ, ഒരു നല്ലൊരു കളറും തോന്നുന്നല്ലേ. അപ്പോൾ ഇത് ഞാൻ ഇനി കഴിച്ച് കാണിച്ചു തരാവേ. നല്ല വിളഞ്ഞ മാങ്ങയും അതിൽ പാകത്തിന് ഉപ്പും മുളക് പൊടിയും വെളിച്ചെണ്ണയും കൂടെ ഇട്ട് ഭയങ്കര ടേസ്റ്റാണ്. പണ്ടത്തെ ആ ഒരു ഓർമ്മകൾ വരുന്നത് ഇത് കഴിച്ചപ്പോൾ. പണ്ട് ഇത് ഉണ്ടാകുമ്പോഴേ ഞങ്ങളൊക്കെ ഇങ്ങനെ അടിയും പിടിയും കൂടിയാണ് ഇത് കഴിക്കുന്നത്. ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മളെക്കാളും ചേച്ചിമാരൊക്കെ ഇല്ലേ, ഞങ്ങളൊക്കെ മാവിൻ്റെ മുടുകളിൽ നിന്ന് ഈ മാങ്ങയൊക്കെ പറക്കി കൊണ്ട് കൊടുക്കും. അവരൊക്കെയാണ് ഇത് അരിഞ്ഞ് പാകത്തിന് ഇതൊക്കെ ചെയ്ത് തരുന്നത്. അന്നത്തെ കാലങ്ങൾ തന്നെ നല്ലതല്ലേ. ഇങ്ങനെയൊക്കെ ഉള്ളത് കഴിച്ച് നമുക്ക് ഒരു അസുഖങ്ങളും വരില്ല, മായങ്ങളൊന്നും ഇല്ലാത്തതല്ലേ. ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും കഴിക്കുന്നത്. എൻ്റെ കൂട്ടുകാരൊക്കെ ഈ വീഡിയോ കണ്ടിട്ടേ അതുപോലെ മാങ്ങ എടുത്തതുപോലെ ചെയ്ത് കഴിച്ചു നോക്കണേ. ഭയങ്കര ടേസ്റ്റ്. ഇത് ഈ കപ്പ മാങ്ങയില്ലേ, നന്നായിട്ടൊന്ന് വിളഞ്ഞു വരുന്ന കപ്പ മാങ്ങയായാലും വേറുള്ള മാങ്ങയായാലും ഒന്ന് വിളഞ്ഞു വന്ന മാങ്ങയാണെങ്കിൽ നല്ല ടേസ്റ്റ് കാണുള്ളൂ. ഇത് ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ഈ വീഡിയോ കാണുമ്പോൾ
എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഓർമ്മ വരും പണ്ടത്തെ കാലങ്ങൾ അല്ലേ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് അടിക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ.